വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ktetന്റെ അപേക്ഷ അയച്ചു തുടങ്ങാനുള്ള ദിവസമാണ് അല്ലേ? ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർക്ക് ധാരാളം മിസ്റ്റേക്കുകൾ ഉണ്ടാകാം സാധാരണ. അപ്പോ തെറ്റുകൾ വരാതെ നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് പ്രാധാന്യമാണ്. കാരണം ഈ ktet നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പരീക്ഷ LPUPയുടെ മുന്നിൽ വരുന്ന ഏക ktet ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ അപേക്ഷയിൽ വരുന്ന തെറ്റുകൾ കാരണം നമ്മൾ ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആകാനായിട്ട് പാടില്ല അല്ലെ? നമ്മുടെ അപേക്ഷകൾ തിരസ്കരിക്കപ്പെടരുത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ അപേക്ഷ അയക്കാം എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അപേക്ഷ അയക്കേണ്ടത് എന്നുള്ളത് അല്ലെ? അപ്പോ നമുക്കറിയാം ktetന്റെ പരീക്ഷാ ഭവന്റെ സൈറ്റ് ആയിട്ടുള്ള kerala.government അല്ലെ gov.in ktet.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ അപേക്ഷ അയക്കാനായിട്ട് കയറേണ്ടത്. അപ്പോ അപേക്ഷ ഈ സൈറ്റിൽ കയറിയ ഉടനെ തന്നെ നമുക്കിത് അതുപോലൊരു ഇതായിരിക്കും വരുന്നുണ്ടാവുക. എന്താണ്? കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ktet അല്ലെ പരീക്ഷാ ഭവൻ. അതിന്റെ ഹോം പേജിൽ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ന്യൂ രജിസ്ട്രേഷൻ മാർച്ച് 2023 എന്നുണ്ടാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും ഒരു ഫോർമാറ്റ്. അതിൽ ആദ്യം വരുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വായിക്കുക. ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൺലൈൻ സബ്മിഷൻ ആണ്. ഐ ഹാവ് റീഡ് ദ നോട്ടിഫിക്കേഷൻ thoroughly. ഞാൻ എന്ത് ചെയ്തു? നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു. ഐ ഹാവ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഫോർ അപ്ലിക്കേഷൻ. സോഫ്റ്റ് കോപ്പി ഓഫ് ഫോട്ടോഗ്രാഫ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. ഇതൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. കാരണം ktet പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഫോട്ടോയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫോട്ടോയ്ക്ക് പ്രത്യേകിച്ച് ഒരു സൈസും അതുപോലെ തന്നെ പിക്സലും ഒക്കെ അവർ പറയുന്നുണ്ട് അല്ലെ? 220 KB മുതൽ 30 KB വരെയുള്ള ഒരു സൈസ്. ആ ഫോട്ടോയിൽ നമ്മളുടെ നെയിമും ഉണ്ടാകണം, അതുപോലെ തന്നെ ഡേറ്റും ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇൻസ്ട്രക്ഷൻസ് വായിച്ചു എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? രജിസ്ട്രേഷൻ ഫോമിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി ക്ലിക്ക് ഹിയർ ടു ന്യൂ രജിസ്ട്രേഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? രജിസ്ട്രേഷൻ ഫോമിലേക്ക് വന്നു. കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ktet 2023. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിടക്കുന്നത് എന്താണെന്നറിയോ? whether employed as teacher. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളാണോ എന്നുള്ളതാണ്. ഓൾറെഡി സർവീസിലുള്ള ആളാണോ ടീച്ചർ ആണോ എന്നുള്ളതാണ്. ആണെങ്കിൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. യെസ് ഉണ്ട്, നോ ഉണ്ട്. അപ്പൊ യെസ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? യെസ് കൊടുക്കാം. നോ ആണെങ്കിൽ എന്ത് കൊടുക്കുക? നോ കൊടുക്കുക. അല്ല എന്നുള്ളത് അത് കൊടുത്തതിന് ശേഷം അടുത്തത് സെലക്ട് ദ കാറ്റഗറീസ് ഫോർ രജിസ്ട്രേഷൻ. ഇവിടെ 4 കാറ്റഗറി. ktetനെ സംബന്ധിച്ചിടത്തോളം 4 കാറ്റഗറി ആണുള്ളത് എന്ന് അറിയാം അല്ലെ? നമുക്ക് ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോമുകളുടെ ആവശ്യം ഇല്ല. നമ്മൾ ഈ ഒരൊറ്റ അപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നമ്മൾ 2 കാറ്റഗറിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇത് തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം മാത്രമേ ഉള്ളൂ. സെലക്ട് ചെയ്യേണ്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കാറ്റഗറി 1നും 2നും അപേക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ 1ഉം 2ഉം എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അതല്ല 2ഉം 3ഉം ആണ് എന്നുണ്ടെങ്കിൽ 2ഉം 3ഉം എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അപ്പൊ എത്ര കാറ്റഗറി വേണം എന്നുള്ളത് അത് നമ്മൾ ഇവിടെ നിന്നും എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഇപ്പൊ കാറ്റഗറി 1 ആണ് അല്ലെ? LP സെക്ഷനുള്ള കാറ്റഗറി 1 എന്ന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമാണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. കാറ്റഗറി 1ന് വേണ്ടുന്ന ഡീറ്റെയിൽസ് മാത്രം. അതേസമയം ഞാൻ കാറ്റഗറി 2 കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ എന്തുകൂടെ വരും? കാറ്റഗറി 2ന്റെ ഡീറ്റെയിൽസ് കൂടി വരും. അപ്പൊ നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാറ്റഗറി എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ഇത് എത്രയാണോ വേണ്ടത് അതെടുത്തു അല്ലെ? ഇപ്പൊ നമ്മളിവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. കാറ്റഗറി 1ഉം കൊടുത്തിട്ടുണ്ട്, കാറ്റഗറി 2ഉം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റഗറി 1ലുള്ളത് എന്ത് ചെയ്യേണ്ടി വരും? ഫില്ല് ചെയ്യേണ്ടി വരും. നമ്മൾ അപേക്ഷിക്കുന്നത് കാറ്റഗറി 1നാണ് അല്ലെ? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് 1. അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് 2,
then minimum qualification. ഇത്രയും കാര്യങ്ങൾ ആദ്യം വരുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ്, അതുപോലെ തന്നെ എന്തുണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്, രണ്ടാം ഭാഷ, ലാംഗ്വേജ് 2 എന്ന് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഭാഷ മലയാളമാണെങ്കിൽ രണ്ടാമത് നമ്മൾ എന്ത് സെലക്ട് ചെയ്യണം, വേറെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. നമുക്ക് രണ്ടും ഒരെണ്ണം എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ് 1 for കാറ്റഗറി. അപ്പൊ നമ്മൾ ആദ്യം അതിന് ഇവിടെ മലയാളം ഉണ്ട്, തമിഴുണ്ട്, കന്നഡ ഉണ്ട്, ധാരാളം ഇങ്ങനെ ഉണ്ടാകും, ഇംഗ്ലീഷ് ഒക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എന്തെടുത്തു, മലയാളം. മലയാളം എന്നുള്ളത് നമ്മളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി രണ്ടാമത് വരുന്നത് എന്താ, എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ് 2. അത് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, നമുക്കിനി അതിൽ മലയാളം വരില്ല, ഓൾറെഡി നമ്മൾ മലയാളം എടുത്തു കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് എന്തെടുക്കുന്നു, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഇനി മിനിമം ക്വാളിഫിക്കേഷൻ ആണ്. മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. എന്താണെന്നുള്ളത് അവിടെ ഈ ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ മിനിമം ക്വാളിഫിക്കേഷൻ, കെറ്ററ്റ് കാറ്റഗറി 1 തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ അതിൽ എന്ത് ചെയ്യും, വരും. ഹയർ സെക്കൻഡറി 45% മാർക്ക്, TTC, DED, DLD, അതുപോലെ ഓരോന്നും ഉണ്ട്. നമ്മളത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യേ വേണ്ടുള്ളൂ. പോലെ ഡൂയിങ് ഫൈനൽ ഇയർ DED, DLD കാരുണ്ട്, അതായത് ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അതുകൂടി ചെയ്യുക. അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഈ കിട്ടിയെന്ന് പറഞ്ഞ് DLD കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്. ഡൂയിങ് എന്നുള്ളത് തന്നെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഹയർ സീനിയർ സെക്കൻഡറി ഉണ്ട്, ഡിപ്ലോമ, ഇങ്ങനെ എന്താണോ ഉള്ളത്. ഇപ്പൊ BTech ഗ്രാജുവേറ്റ് ഉണ്ട്, അതർ ഈക്വലന്റ് ഉണ്ട്, SSLC TTC ക്വാളിഫൈഡ് ബിഫോർ ഇയർ 2012, 2012 മുൻപ് ക്വാളിഫൈഡ് ആയ ആളുകളാണോ എന്നുള്ളതൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷനിൽ കൊടുത്ത ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരിക. അപ്പൊ ഞാൻ +2 ഡിപ്ലോമയും കൊടുത്തത് കൊണ്ട് +2 രജിസ്റ്റർ നമ്പറും അതിന്റെ യൂണിവേഴ്സിറ്റി ബോർഡ് അല്ലെ, എവിടെയാണ് പഠിച്ചത്, ആ ഇയർ, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ കൊടുക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഡിപ്ലോമ രണ്ടാമത് ഞാൻ എടുത്തതാണ് അല്ലെ എന്നോടൊപ്പം ഉള്ളത്, അതിന്റെ രജിസ്റ്റർ നമ്പറും ഏത് യൂണിവേഴ്സിറ്റി, അത് നമ്മൾ എല്ലാം കാറ്റഗറി 1 വേണ്ടുന്നതൊക്കെ അവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ കോളവും വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ഫില്ല് ചെയ്യുക. നമ്മൾക്കിപ്പോൾ ഫോട്ടോ ആണെങ്കിലും നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് വരാത്ത സാഹചര്യത്തിൽ ഫോട്ടോയുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ മാറ്റി കൊടുക്കാൻ പറ്റാറുണ്ട്. സൈസ്, കാര്യങ്ങൾ, ഡേറ്റ് ഇതൊക്കെ മാറ്റി കൊടുക്കാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ആദ്യം തന്നെ എന്തിനാ മാറ്റേണ്ട ആവശ്യം അല്ലെ, കൊടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ചെയ്യാം. അപ്പൊ നമ്മൾ കാറ്റഗറി 1 സെലക്ട് ചെയ്തു. കാറ്റഗറി 1 വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ആണ്, അതെല്ലാം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ എന്തുകൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കാറ്റഗറി 2 കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ അതിലും എന്തുണ്ടാവണം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, മിനിമം ക്വാളിഫിക്കേഷൻ. എത്ര കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്താലും ഈ 3 എണ്ണവും അതിൽ എന്തായിട്ട് വരും, കോമൺ ആയിട്ട് വരും. അപ്പൊ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ലാംഗ്വേജ്, ഒരു ലാംഗ്വേജ്, 2 ലാംഗ്വേജ്. ഒന്ന് ആദ്യം എടുത്ത ലാംഗ്വേജ് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യേണ്ട, സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തു, മലയാളം കൊടുത്തു. രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്തു, അവിടെ എന്താണ്, ഇംഗ്ലീഷ്. കണ്ടോ, ഞാൻ അതേ ലാംഗ്വേജ് മലയാളം തന്നെ കൊടുത്തപ്പോൾ യു കാണ്ട് ചൂസ് സെയിം ലാംഗ്വേജ് ഫോർ ലാംഗ്വേജ് 1 ആൻഡ് ലാംഗ്വേജ് 2 ഓക്കെ എന്ന് വരുന്നുണ്ട്. അപ്പൊ അത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ അവർ സെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാർണിംഗ് അവര് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഭാഷ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. അതിനുശേഷം മിനിമം ക്വാളിഫിക്കേഷൻ എന്താണോ നമ്മളുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ആ ക്വാളിഫിക്കേഷൻ ചെയ്തതാണ് കാറ്റഗറി 1 അവിടെ. അതേപോലെ തന്നെ സെലക്ട് ചെയ്യുക. നമ്മളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ യൂണിവേഴ്സിറ്റി ബോർഡ്, എവിടെയാണോ നമ്മൾ പഠിച്ചത്, ഇയർ ഓഫ് പാസിംഗ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. അപ്പൊ നമ്മൾ അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽസ്, നമ്മളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുപോകണം. 10th 12th DLD അല്ലെ,
B.Ed എന്തൊക്കെ പാസ്സായിട്ടുണ്ട് അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ അപേക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യുള്ളൂ സാധിക്കുള്ളൂ. അപ്പൊ അത് അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം കയ്യിൽ കരുതാനായിട്ട് മറക്കരുത്. പിന്നെ എഡ്യൂക്കേഷണൽ കാൻഡിഡേറ്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ് പിന്നെ വരുന്നത്. ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് സെലക്ടഡ് ആസ് ദ എക്സാം സെന്റർ. നമ്മൾ സെലക്ട് ചെയ്യുന്ന എക്സാം സെന്റർ ആണ്. എക്സാം സെന്റർ പല ആളുകളും പല ജില്ലകളിലായിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അവരവരുടെ ജില്ലകളിൽ തന്നെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് സെലക്ടഡ് ആസ് ദ എക്സാം സെന്റർ, നമ്മളുടെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ. അഡ്രസ്, ഫോൺ നമ്പർ, ആധാർ എന്താ പറയാ കാർഡൊക്കെ എന്ത് ചെയ്യണം കൊണ്ടുപോകണം. എക്സാമിനേഷൻ ഫീ ഉണ്ട്. കാറ്റഗറി 1ഉം 2ഉം നമ്മൾ അപേക്ഷിക്കുകയാണെങ്കിൽ രണ്ടിനും നമ്മൾ എന്ത് കൊടുക്കണം? സെപ്പറേറ്റ് ഫീ കൊടുക്കണം. ഒരേ ഒരു അപ്ലിക്കേഷൻ ഫോം മാത്രമേ ഉള്ളൂ, പക്ഷെ എക്സാമിനേഷൻ ഫീ രണ്ടിനും എന്ത് ചെയ്യണം? വ്യത്യസ്തമായിട്ട് കൊടുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 1ഉം 2ഉം കാറ്റഗറി സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ 2 കാറ്റഗറികൾ എടുക്കുകയാണെങ്കിൽ 2 കാറ്റഗറിയുടെ ഫീ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം കേട്ടോ. അതല്ല ഒരു കാറ്റഗറി ആണെങ്കിൽ ഒരു കാറ്റഗറിയുടെ ഫീ മാത്രം കൊടുത്താൽ മതി. അപ്ലിക്കേഷൻ 1ഉം ഫീ എന്താണ്? 2ഉമായിട്ട് തന്നെ അടയ്ക്കണം അല്ലെ. ഐഡന്റിറ്റി പ്രൂഫ്, ആധാർ കാർഡും ആ കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഒരു റീസെന്റ് ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ റിവ്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. പിന്നെ ഫോട്ടോയിലുള്ള എന്താണ് ഡേറ്റും മാസവും ഇയറും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം എന്ത് ചെയ്യുക? ടിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ എന്ത് അയച്ചു കഴിഞ്ഞു? അപേക്ഷ അയച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇത് പറയുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കെറ്ററ്റ് ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഒരുപാട് തെറ്റുകൾ കാരണം അപേക്ഷ അയച്ച സമയത്ത് ധാരാളം മിസ്റ്റേക്കുകൾ വന്നതുകൊണ്ട് കഴിഞ്ഞ തവണ പരീക്ഷ എഴുതാൻ പോവാൻ പറ്റാത്ത ആളുകളും ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു തരുന്നത്. കെറ്ററ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. എയിം സ്റ്റഡി സെന്റർ കെറ്ററ്റിനും LPUPക്കും ഒക്കെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. കെറ്ററ്റിന്റെ ക്രാഷ് കോഴ്സ് വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് അതെങ്ങനെ ക്വാളിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകതകൾ. തീർച്ചയായിട്ടും കെറ്ററ്റിനും LPUPക്കും ഒക്കെ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. അപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കെറ്ററ്റ് ഇങ്ങോട്ട് വന്നെത്തി. ഹാർഡ് വർക്ക് ചെയ്യേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. നല്ലോണം പഠിക്കുക, ശ്രദ്ധിക്കുക. വീണ്ടും നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.